തൃശൂരിൽ ആന ഇടഞ്ഞ് 2 പേർക്ക് പരിക്ക്. എളവള്ളി ബ്രഹ്മകുളം പൈങ്കണിക്കൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തിച്ച ആനയാണ് ഇടഞ്ഞത്. കുളിപ്പിക്കുന്നതിനിടെ പാപ്പാനെ കുത്തിയ ശേഷം ഓടിയ ആന മറ്റൊരാളെയും ആക്രമിച്ചു. ഇരുവരുടെയും പരിക്ക് ഗുരുതരമാണ്. ഇടഞ്ഞോടുന്ന ആനയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 4 കിലോമീറ്ററോളം ദൂരം ആന ഇടഞ്ഞോടി എന്ന് വേണം മനസ്സിലാക്കാൻ. ജെയ്സൺ ചാമുളപ്പിൽ നമുക്ക് പോകണ്ട. ജെയ്സൺ ചാമുളപ്പിൽ ചിറക്കൽ ഗണേശൻ ഉത്സവത്തിനെത്തിച്ചതാണ്. എപ്പോഴാണ് ആന ഇടഞ്ഞത്? നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലേ 1-ാം പാപ്പാനും 2-ാം പാപ്പാനും ഒന്നും? സുജിയ, ഏറ്റവും പുതിയ വാർത്ത, ഒരാൾ മരിച്ചിരിക്കുന്നു. ഈ വിഷയത്തിൽ ആനയുടെ കുത്തേറ്റ ഒരാൾ മരിച്ചിരിക്കുന്നു. മൃതദേഹം ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ അന്യ സംസ്ഥാനത്തു നിന്നും നാടോടിയായി എത്തിയ ഒരാളെ കൂടിയാണ് ആന ആക്രമിച്ചിരിക്കുന്നത്. ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് സംഭവം ഉണ്ടാകുന്നത്. എളവള്ളി ബ്രഹ്മകുളം പൈങ്കണിക്കൽ ക്ഷേത്രത്തിൽ ഉത്സവത്തിന് എത്തിച്ചതായിരുന്നു ആനയെ കുളിപ്പിക്കുന്നതിനിടെയാണ് പെട്ടെന്ന് തന്നെ ആന പാപ്പാനെ കുത്തി ഓടുന്നത്. അതിനുശേഷം അവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ദൂരം ആന ഓടിയതിനിടയിൽ വഴിയിൽ വെച്ചാണ് നാടോടിയെ കൂടി ആക്രമിക്കുന്നത്. 2 പേരുടെയും നില തുടക്കത്തിൽ തന്നെ ഗുരുതരമായിരുന്നായാൽ അതിലൊരാളാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. ഇപ്പോഴും ആനയെ തളയ്ക്കാനായിട്ടില്ല. തളയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ക്ഷേത്ര പരിസരത്ത് നിന്ന് ഏകദേശം 4 കിലോമീറ്റർ അകലേക്ക് ഇപ്പോൾ ആന എത്തിയിട്ടുണ്ട്. ഇതിന് പിന്നാലെ ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങളും തുടരുക തന്നെയാണ് സുജിയ. ഈ ആന ഇടഞ്ഞ സാഹചര്യത്തിൽ അവിടെ ആളുകളെ അവിടെ നിന്ന് മാറ്റാനൊന്നും സാധിച്ചിരുന്നില്ല. എങ്ങനെയാണ് ഈ 2 പേർക്ക്, അതായത് പാപ്പാൻ തൊട്ടടുത്തുണ്ടായിരുന്നു, ഈ തളച്ച ഇടത്ത് ആളുകൾ കൂടി നിൽക്കുന്നുണ്ടായിരുന്നോ? ആനയെ ഇതുവരെ തളയ്ക്കാനായിട്ടില്ല. ആനയെ കുളിപ്പിക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു പെട്ടെന്ന് തന്നെ ആന ഇടയുന്നതും പാപ്പാനെ കുത്തുന്നതും. അതിനുശേഷം ആന അവിടെ നിന്ന് ഓടുകയായിരുന്നു. ആ സമീപ പ്രദേശത്ത് കാര്യമായ പ്രശ്നങ്ങളൊന്നും ആന ഉണ്ടാക്കിയില്ല. പക്ഷേ ആന ഓടുന്നതിനിടയ്ക്കാണ് ഒരാളെ വീണ്ടും കുത്തുന്നത്. അയാളുടെ നിലയും ഗുരുതരമായി തന്നെ തുടരുകയാണ്. പിന്നീട് ഏകദേശം ഈ ക്ഷേത്ര പരിസരത്തു നിന്നും 4 കിലോമീറ്ററിലധികം ദൂരം ആന ഇപ്പോൾ തന്നെ ഓടി പിന്നിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ മറ്റ് സംഭവങ്ങളിലേക്ക്, മറ്റ് നാശനഷ്ടങ്ങളിലേക്ക്. ജെയ്സൺ, ഇപ്പോൾ ഒരാൾ മരിച്ചു എന്നുള്ള വിവരം വരുന്നു. അത് ഈ പാപ്പാനാണോ അതോ ആനയുടെ മുന്നിൽപ്പെട്ട നാടോടിയാണോ? പാപ്പാൻ ആണ് ഗുരുതരാവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. 2 പേരെയും ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലേക്കാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിൽ ആരാണ് മരിച്ചെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും വരേണ്ടതുണ്ട്. ഏതായാലും 2 പേരുടെയും നില തുടക്കത്തിൽ തന്നെ ഗുരുതരമെന്നായി അതിലൊരാളാണ് ഇപ്പോൾ മരിച്ചതായി സ്ഥിരീകരിച്ചിരിക്കുന്നത്. സുജയ, തൃശൂരിൽ ചിറക്കൽ ഗണേശൻ എന്ന ആനയാണ് ഇടഞ്ഞത്. പരിക്കേറ്റ ഒരാൾ മരിച്ചു. 2 പേർക്കാണ് ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഗുരുതരമായി പരിക്കേറ്റയാളാണ് ഇപ്പോൾ മരിച്ചത്. പാപ്പാൻ എന്നുള്ള സൂചനകൾ വരുന്നുണ്ട്. അക്കാര്യം നമുക്കൊന്ന് സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു. ചിറക്കൽ ഗണേശൻ പൊതുവെ ശാന്ത സ്വഭാവിയായി കാണപ്പെടുന്ന ഒരു ആനയല്ലേ ജെയ്സൺ? തീർച്ചയായും. ഇപ്പോൾ പക്ഷേ ഈ ചൂട് കൂടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇപ്പൊ ആനകളുടെ ഇടത്തിലും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. ഇനിയുള്ള നാളുകൾ ഉത്സവങ്ങളുടെയും അതുപോലെ തന്നെ ആഘോഷങ്ങളുടെയൊക്കെ ഒരു കാലമാണ്. അതോടൊപ്പം തന്നെ ചൂട് അതിന്റെ പാരമ്യത്തിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ആനകൾ പെട്ടെന്ന് തന്നെ ഇടയാനുള്ള സാധ്യതയുണ്ട്. ഈ ചിറക്കൽ ഗണേശനെ കുറിച്ച് അങ്ങനെ അത്ര മോശം ട്രാക്ക് റെക്കോർഡുള്ള ഒരു ആനയായിരുന്നില്ല. എന്താണ് ആന പെട്ടെന്ന് തന്നെ ഇടയാനും ഓടാനും കുത്താനും ഉണ്ടായ സാഹചര്യങ്ങൾ സംബന്ധിച്ച ഒരു പരിശോധന ആവശ്യമാണ്. എങ്കിൽ പോലും പൊതുവെ കാലാവസ്ഥയിൽ വന്ന മാറ്റം ഒരുപക്ഷെ ഈ ആനയെയും ബാധിച്ചിട്ടുണ്ടാകാം എന്നതാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത്. അതിനപ്പുറത്തേക്ക് കൂടുതൽ പരിശോധന ആവശ്യമാണ്. പക്ഷെ അതിനു മുമ്പേ ആനയെ തളയ്ക്കുക എന്ന വലിയ ഒരു ശ്രമത്തിലാണ് പോലീസും അതുപോലെ തന്നെ ആനയുമായി ബന്ധപ്പെട്ട ആളുകളും ഉത്സവ കമ്മിറ്റി അംഗങ്ങളും എല്ലാം കൂടി നാട്ടുകാരെല്ലാം ചേർന്നാണ് ആനയെ തളയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നത്. ഓക്കെ, ജെയ്സൺ ചാമുളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്. ഉത്സവത്തിനെത്തിച്ച ആനയാണ് കുളിപ്പിക്കുന്നതിനിടെ ഇടഞ്ഞത്. അതിൽ ഒരാൾ മരിച്ചു. ചിറക്കൽ ഗണേശന്റെ കുത്തേറ്റ ഒരാൾ മരിച്ചു. 2ാമത്തെയാൾ ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്.